പ്രിയപ്പെട്ടവരും അതും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനം എന്നാൽ പരിശുദ്ധ സഭ ക്രമീകരിച്ചിരിക്കുന്നതായ വിശുദ്ധ കുദാശയിൽ പങ്കെടുക്കുവാനാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരും അതും ഇന്നേ ദിവസം ദൈവസന്നിധിയുള്ളതുകൊണ്ട് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ആചാര്യ കരങ്ങളാൽ ഒന്നായിത്തീരുന്നു. എന്നുള്ള ദിവസത്തിൽ മുൻപേ തന്നെ ഇരുവരോടുമുള്ളതായ ആശംസകൾ ദൈവാലയത്തിൻ്റെ പേരിൽ നേരുകയാണ്. ഇവിടെ വന്നിരുന്നിരിക്കുന്ന എല്ലാവരും പ്രത്യേകമായി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഈ അവസരത്തിൽ അറിയിക്കണമെന്ന് താഴെ സ്പീക്കറുകൾ കൃത്യമായി പതിച്ചിട്ടുണ്ട്. ദൈവാലയത്തിനുള്ളിൽ നിങ്ങളായിരിക്കുമ്പോൾ ആ സ്പീക്കറുകൾ പതിച്ചിരിക്കുന്ന ഇടങ്ങളിൽ പ്രത്യേകമായി പങ്കെടുക്കുന്ന ശ്രദ്ധിക്കണം. സാമൂഹിക അകലം പാലിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ക്രമീകരണം ചെയ്തിരിക്കുന്നത്. ആ സജ്ജീകരണം എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്ന് പ്രത്യേകമായിട്ട് അറിയണം. അതോടൊപ്പം തന്നെ ദൈവാലയത്തിനകത്തായിരിക്കുന്ന വ്യക്തികൾ മാസ്ക് ഉപയോഗിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ദൈവാലയമായിരിക്കുന്ന ഈ മുനിസിപ്പാലിറ്റി ഏരിയ പ്രത്യേകമായിട്ട് ഗവൺമെൻറ് അതോറിറ്റീസിൻ്റെ നിരീക്ഷണത്തിൻ്റെ അടുത്താണ്. അപ്പോൾ നമ്മളൊരിക്കലും സുറിയാനിക്കാരായിരിക്കും നമ്മൾ നിയമം പാലിക്കാത്തവരായി കാണപ്പെടാനായിട്ട് വരരുത്. ഈ ഒരു ശുശ്രൂഷ വഴിയായിട്ട് ദൈവാലയത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്. അതുകൊണ്ട് നമ്മൾ മാസ്ക് ഉപയോഗിച്ചുകൊണ്ട് വേണം ദൈവാലയത്തിനകത്ത് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും മാസ്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വേണം ഈ ശുശ്രൂഷയിൽ മുഴുവൻ സമയമായിരിക്കണം എന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഈ വരനും വധുവിനും ഇന്ന് അവരുടെ സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ഒരു എക്സ്ക്യൂസ് ഉണ്ട്. മറ്റെല്ലാവരും പങ്കെടുക്കുന്ന എല്ലാവരും മാസ്കുകൾ ധരിച്ചുകൊണ്ടും സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിച്ചുകൊണ്ടും ദൈവാലയത്തിനുള്ളിലായിരിക്കണമെന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വരനോടും വധുവിനോടും വിവാഹത്തിന് മുമ്പായിട്ട് കുറച്ച് വാക്കുകൾ മാത്രം പറഞ്ഞുകൊള്ളട്ടെ. ഇന്നത്തെ സമൂഹം നമ്മളായിരിക്കുന്ന മേഖലകളെല്ലാം കഴിവുള്ളവരുടെയും പ്രാപ്തിയുള്ളവരുടെയും തള്ളിക്കയറ്റം നടക്കുന്ന ഒരു സമയമാണ്. എവിടെ നോക്കിയാൽ എല്ലാവരും കഴിവും പ്രാപ്തിയുമുള്ളവരാണ്. അതിനിടയിൽ വിവാഹം എന്നുള്ളത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ജീവിതമാണ്. നമ്മുടെ കഴിവും പ്രാപ്തിയൊക്കെ കുറച്ച് കുറയ്ക്കേണ്ടതായ മേഖലയാണ്. രണ്ട് ജീവിത സാഹചര്യത്തിൽ നിന്ന് വന്നിരിക്കുന്ന വ്യക്തികൾ ഒരുമിച്ചായിരിക്കുമ്പോൾ രണ്ടുപേരും കഴിവുള്ളവരാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടും. അപ്പോൾ കഴിവും പ്രാപ്തിയും കുറയ്ക്കുവാനുള്ള ഒരു രംഗമാണ് വിവാഹവേദി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കഴിവിനും പ്രാപ്തിക്കും അതീതമാണെന്ന് ഈ കാര്യം ചെയ്യുവാൻ വേണ്ടി ദൈവത്തിൻ്റെ സഹായം നമ്മൾ തീരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ വിവാഹ ജീവിതം നന്നായി ജീവിക്കണമെങ്കിൽ ഈ ദൈവ സഹായം എപ്പോഴും ജീവിതത്തിൽ കൂടെ ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി ഇന്നത്തെ ദിവസം മാത്രമല്ല, നിങ്ങൾ ജീവിതത്തിൽ ഒരുമിച്ചായിരിക്കുമ്പോൾ എപ്പോഴാണെങ്കിലും നിങ്ങൾ ദൈവസഹായം തേടുന്നവരായിരിക്കണം. ഈ ദൈവകരം നിങ്ങളിൽ നിന്ന് മാറ്റപ്പെടുന്നതോടുകൂടി ഈ വിവാഹ ജീവിതത്തിൻ്റെ നന്മകളും നിങ്ങൾ അകലെയായി പോകും. സങ്കീർത്തനങ്ങൾ 139:5 പറഞ്ഞിട്ടുണ്ട്, മുൻപിലും പിൻപിലും അവിടെ നിന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരം എൻ്റെ മേലുണ്ട് എന്ന്. ദൈവകരം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ ഈ വിവാഹ ജീവിതത്തിൻ്റെ ഭംഗി അതോടൊപ്പം നമ്മളിൽ നിന്ന് പോകും. അതുകൊണ്ട് പ്രത്യേകമായിട്ട് എപ്പോഴും വിവാഹ ജീവിതത്തിൽ ഒരുമിച്ചായിരിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ടുമായിരിക്കാൻ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. വിവാഹം വഴിയായി പരിശുദ്ധ സഭയിലെ ആചാര്യൻ വഴിയായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ നന്നായി ആവസിക്കുമ്പോൾ ആ വലിയതായ കൃപയിൽ ജീവിക്കാൻ നിങ്ങൾക്ക് ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് ദിവസം പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നമുക്ക് ശുശ്രൂഷകളാണ്. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യമുള്ള ഏകദൈവത്തിന്റെ തിരുനാമത്തിന്റെ നിസ്തുതി. നമ്മുടെ ആകാശവും ഭൂമിയും തന്റെ സ്തുതി കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവൻ വരുവാനിരിക്കുന്നവനായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നിനക്ക് സ്തുതി. ആകാശങ്ങളിലിരിക്കുന്ന ഞങ്ങളുടെ ഞങ്ങൾക്ക് ആവശ്യമാഹാരം ഞങ്ങളുടെ കാരണങ്ങൾ പോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിക്കണമേ. ഇതുകൊണ്ടാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവിനോടുകൂടി സ്ത്രീകളിൽ വാഴ്ത്തപ്പെടാവുന്നു. നിന്റെ ഉദരമായ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെടാവുന്നു. ശുദ്ധമുള്ളവരുടെയും അത്രമേ തന്റെ അങ്ങേമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോൾ ഞങ്ങളുടെ മനസ്സിലേക്കും ദൈവങ്ങളുടെ ഭീഷണമേ. ആമേൻ. സുബ്ഹാന ബുലബ്രുൽ റൂഹു ഖദീശോ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടി നീ മുഖാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെല്ലാവരെയും അവിടെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹിയും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമെന്ന് നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദയവാൽ ഞങ്ങളുടെ സുഹൃതങ്ങൾ വർദ്ധിക്കുകയും അനുഗ്രഹം നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസ്സാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും ആദ്യത്തിൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃത്വ പരിശുദ്ധാത്മാവാം ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സലന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഹോശോ വബകുൽ ദൈവമേ, നിന്റെ കൃപ പ്രകാരം എന്നോട് കരുണയണമേ. നിന്റെ കരുണയുടെ ബോധത്തിൽ പ്രകാരം എന്റെ പാപങ്ങളെ മായച്ചു കളയണമേ. എന്റെ ന്യായത്തിൽ എന്റെ പാപങ്ങൾ നിലവിളിപ്പാക്കണമേ. എന്തെന്നാൽ എന്റെ അതിക്രമങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെ വിരിക്കുന്നു. നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുമ്പിൽ തിന്മകൾ ഞാൻ ചെയ്തു എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധിയിൽ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. നീതിയിൽ നീ ഇഷ്ടപ്പെട്ടോ, നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യം എന്നെ നീ അറിയിച്ചു. നിന്റെ സ്വഭാവത്തിന്റെ മേൽ കളിക്കണമേ, ഞാൻ വെടിപ്പാക്കപ്പെടും. അതിനാൽ എന്നെ വെണ്മയാക്കണമേ, ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. ആനന്ദവും സന്തോഷമോടെ എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണതയുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായച്ചു കളയണമേ. ദൈവമേ, വെടിപ്പുള്ള ഹൃദയത്തെ എന്നെ സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള എന്റെ ആത്മാവിനെ എന്നുള്ളിൽ പുതുതാക്കണമേ. നിന്റെ തിരുമുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുതേ. എന്നാലോ നിന്റെ ആനന്ദരക്ഷ എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരൻ എന്നെ വഴി പഠിപ്പിക്കും, പാപികളിലേക്ക് തിരിയുകയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് രക്ഷിക്കണമേ. എന്റെ നാമം നിന്റെ നീതിയെ സ്തുതിക്കും. കർത്താവേ, എന്റെ അധരങ്ങൾ എനിക്ക് തുറന്നു തരണമേ. എന്റെ വായ നിന്റെ സ്തുതികളെ പാടും. എന്നാൽ ബലികളിൽ തിരുമനസ്സായില്ല, ഹോമബലികളിൽ നിരപ്പായതില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നിറഞ്ഞ ഹൃദയത്തെ നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടത്താൽ സഖിയോനോട് നന്മ ചെയ്യണമേ. ഓർശ്ലേവന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീതിയോടുകൂടിയ ബലികളിലും ഹോമബലികളിലും നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന് മേൽ കാളകൾ ബലിയെ കയറും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ സന്തോഷം
തിരുനാമത്തിൽ നൽകിയിടും മോതിരദോഷങ്ങളെ സകലം മോതിരമരുളിൻ തിരുസഭയെ പരിപാവനകമരുതിരങ്ങൾ കൈകൊണ്ടവളും മോതിരമതിനാൽ കൊലയുന്നും രക്ഷിതയ അതുപോൽ പാപവിമോചനമേ ഞങ്ങൾ നേരത്തെ മാർക്കുമോ ശുഭഹോലാപോലം ബ്രോവൻ റോഹോ കാദീശോ പിൻപോലം വാപോലം ഉൽമീരാമേ മാനവ വന്നേച്ച് പാർത്തി പാടുന്ന ഇത്തരവസ്യം സംഭോജ്യം പരിശുദ്ധമാവേ ആകാശത്തെയും ഭൂമിയേരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലം ആയുഷ്കാലം മുഴുവനും പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യത്തക്കവണ്ണമുള്ള ഐക്യമത്യം ഇവരിൽ ഉണ്ടാകുകയും ചെയ്യണമെന്ന് പറയുമ്പോൾ നൽകുക നന്മൊഴി മാനസമേ ഹല്ലേലൂയ സേവിക്കും ജ്ഞാനരചനയെ മുര ചെയ്യും നഗരത്തിൽ ഹല്ലേലൂയ എന്നേക്കും നിന്നെ ദൈവം വാഴ്ത്തി വാഴ്ത്തുന്നു ശുഭഹോലാപോലം ബ്രോൻ റോഹോ കാദീശോ പോലം പാദാമൽ പോലം ഉൽമീനാമേ ഉപമകളാ സേവം ചൊന്നാരേവം സാരുമകേ പാരം നീ ശ്ലാഘിക്കുന്ന പ്രിയനേവൻ എന്നാലും പതിനായിരമതിലും കമനാവാമിസരായേ ശുഭ്രജ്ഞാപോവില്ലതയിൽ കൈലത്തിൽ മൃദുലല്ലമനാകാരയിൽ പാതിരിവൻ ദൈവസമൻ വിശ്രുതനാമിയനേ നാം വാഴ്ത്തിയിടും നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാപവും പുകഴ്ചയും മാഞ്ഞു പോകുന്നില്ല എന്നുള്ളതായ നല്ലവനതിയും നിത്യവും ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. വിജാതീയ പുത്രീതനയ്ക്ക് സഭയായി തിരഞ്ഞെടുത്ത് എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്റെ വിജയത്തെ കാലവളി വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ വിശ്വാസികളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന സ്തുതി. തന്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സുജാതികളെയും ദീർഘദർശിമാരെയും സ്ത്രീന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ ദാസരുടെയും മോതിരവാളിന്റെ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും ഉടയോടിയങ്ങളായിസോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും
ആരാധനയും അങ്ങേക്ക് യോഗ്യമാകുന്നു. മനുഷ്യരുടെ സർവപരിചാരത്തിൽ നിന്നും ഉയർന്ന് അവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമൃദ്ധനും തിന്മകളിൽ നിന്നും വിദൂരനും ദൈവികാനുഗ്രഹങ്ങളുടെ ഉറവിയുമായ ദൈവമേ, നീ അനശ്വരമായ വെടിപ്പുള്ള ഓർമ്മനും അനാദ്യമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തന്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നുള്ളതായ അതിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമള വാസന കൊണ്ട് ദൈവോടെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുന്നവര് നീ ഇതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വവസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിന് വിവാഹ നിശ്ചയം നടത്തി അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിന് തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീരരക്തങ്ങൾ അതിന് മോചനമായിട്ട് വെടിപ്പോടെ നീ നൽകി അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി അതിന് നൽകിയ നൽവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്നേഹിയന്മാർ മൂലം ക്രമമായതിന് നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരത്താൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരത്തിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ച് നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ ബഹുമാനാചാര്യൻ ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കുകയും ശാപമായിരുന്നതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശ്വാസതയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ മണവാളും പുത്രിയായി മണവാട്ടിയും ജ്ഞാനസമ്പൂർണ്ണരും നിറവുള്ളവരുമായി തീരുവാനിടയാക്കണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും പരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിധുതരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈരന്മാരും മാലാഖമാരും ഇടവിടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുമുമ്പാകെ സന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുമ്പാകെ നിന്ന് തൃപ്തി വരാത്ത വിധം ഇടപെടാതെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ബാധിക്കുന്നു സഭയെ
വ്രതനിഷ്ഠയും വെടിപ്പുള്ള ആത്മാക്കളെ തനിക്കായി വിവാഹം നിശ്ചയം ചെയ്യുന്ന സാക്ഷാൽ സത്യമണവാളനായുള്ളവേ, തിരുമുമ്പാകെ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ മധ്യസ്ഥത മൂലം പരസ്പരം വിവാഹം നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസനിൽ നിന്ന് സുഹൃത്ത് നടപടികളാകുന്ന മധുര പരിമളം വീശുവാൻ നീ മക്കളെ അവിടുന്ന് യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യം ഇവരിലുണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഹോശാ വബുകുൽ ഇസ്ബാൻ ലഹുൽ മീൻ. തന്റെ കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോതിരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. പരിശുദ്ധ സഭാ സന്താനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലതുകൈ കരുണയോടെ നിന്നിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിലുള്ള മോതിരത്തോടു കൂടി അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യുമാറാകട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായി വലം കൈ ആയുഷ്കാലം മുഴുവൻ നിന്നോട് കൂടി ഉണ്ടായിരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ബാറയ്ക്കുമോ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹപൂർണ്ണമായ വലതുകൈ അദൃശ്യമായി നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്ലീഹന്മാരിൽ നിന്നപോലെ ആചാര്യന്റെ കൈകളിൽ നിന്ന് നിന്റെ വിവാഹ നിശ്ചയത്തിലുള്ള മോതിരം നീ പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടി പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും നീ സ്തുതി കരയിക്കുകയും ചെയ്യുമാറാകട്ടെ. ബാറയ്ക്കുമോ പരിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ അഭിഷിക്തൻ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പന്നരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിഭാഗതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെയും റിബേക്കായുടെ വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെയും നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാകട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയമായ മനോഹര ഭൂഷണങ്ങളാൽ അനുഗ്രഹിക്കുകയും ചെയ്യുമ്പോറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളേക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഈ മക്കൾ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ ഈ അന്യോന്യ ബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാകട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശൂശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിഭാഗതയും ഇവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ ഉദ്ദേശിക്കുന്ന അസൂയാലുക്കളായ
ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചു കൊള്ളുമാറാകട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നദ്ധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും മഹാപാപികളുമായ നിന്റെ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ അവിടുന്ന് കേൾക്കണമേ. ഈ നിന്റെ മക്കൾക്ക് അനുഗ്രഹീത തലമുറകളെയും സൗഭാഗ്യകാലങ്ങളെയും അവിടുന്ന് നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നുള്ള സത്യവിശ്വാസത്തിന് ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാസ്ഥിതി ചെയ്യുവാൻ ഇവരുടെ മക്കൾക്കും അതിനവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുദ്ധനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകണമേ. നിന്റെ വിജയശ്രീതായ ഈ മണവാളിനെയും മണവാട്ടിയും കാത്തുകൊള്ളുകയും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിന്റെ വിശുദ്ധ സ്ലീബ രാവും പകലും നിങ്ങളോട് കൂടി സ്തുതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവരുടെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. ഇപ്പോൾ വിവാഹ നിശ്ചയത്തിന്റെ ശുശ്രൂഷയോട് അവസാനിച്ചിരിക്കുന്നു. ഇനി കിരീടവാഴുന്ന ശുശ്രൂഷ. സ്വർഗം തുറന്ന ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ ഇറങ്ങി വന്ന ഈ മക്കളുടെ മേലെ ആവസിച്ച് ഇവരുടെ ഈ വിവാഹ കൂദാശ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് തൻ്റെ അപ്പോസ്തലന്മാർക്കും പിതാക്കന്മാരെ ഏറെക്കുറവുള്ളവന് ബലഹീനമാകുന്ന എൻ്റെ ബലഹീനം നൽകപ്പെട്ടിരിക്കുന്ന പൗരോഹിത്യ അധികാരത്താൽ ഈ മക്കളെ ഈ ദൈവത്തിൻ്റെ സംയോജിപ്പിക്കുമ്പോൾ ദൈവം ഇവരെ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം നമുക്ക് ദൈവത്തിൻ്റെ ആത്മാർത്ഥമായിട്ട് ഒരിക്കൽ കൂടെ പ്രാർത്ഥനയോടുകൂടെ ചേർന്നിരിക്കാൻ നടക്കുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. ആകാശങ്ങളിലിരിക്കുന്ന ഞങ്ങളുടെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമാഹാരങ്ങൾ തരണമേ. ഞങ്ങളുടെ കാരണങ്ങൾ പോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. പിന്നെയോ രക്ഷണമേ. ഇതുകൊണ്ടാൽ രാജശക്തി മഹത്വം കൃപ നിറഞ്ഞു മറിയമേ, നിനക്ക് സമാധാനം.
ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിനിടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ സ്തുതിയും സ്തോത്രം കരേറ്റുമാറാകണമേ. ഹോശോ നിന്റെ നിർവരങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകൾ ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവിനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, സന്തോഷോല്ലാസങ്ങളോടുകൂടി ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ശക്തിയിലും രക്ഷയിലും ദൈവം നാം എല്ലാവരും നമസ്കരിച്ച് നമ്മുടെ കർത്താവിൽ നിന്ന് കരുണയും മനോഗുണവും യാചിക്കണം. സ്തുതിയും
സ്തോത്രവും പ്രഭയും പുകഴ്ചയും ഒരിക്കലും മാഞ്ഞു പോകാത്തതായ നല്ല ഉന്നതിയും അങ്ങയുടെ വിടാതെ ആരാധന അണയ്ക്കുവാനിടയങ്ങൾ എന്നും യോഗ്യതയുള്ളവരായി തീരണമേ. ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്ക് നിലനിൽക്കുന്നവനുമായ സ്വയംഭൂവും മാലാഖമാർ തന്റെ സിംഹാസനത്തിൽ മേലായി നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണയ്ക്കുന്ന അനാദിന്റെ വചനവും തന്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങളെല്ലാവരുടെയും മേൽ ദയ തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിപ്പിക്കുകയും ചെയ്ത മഹോന്നതം ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനോ അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിയപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായിരിക്കുന്നവനും തന്റെ വല്ലഭത്വത്തിന്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവരുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും അങ്ങേക്ക് യോഗ്യമാകുന്നു. സകല സ്വർഗീയ സേനകളും ഭയന്ന് വിറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ നിന്ന് അഗ്നിമേന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, ഔർണ്യമായ നിന്റെ കൃപാപ്രവാഹത്താലും നിസ്സീമമായ നിന്റെ ദയാലും നിസാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മൺമയരുമായി ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിഴലിലും ദൈവത്തിന്റെ തണലിലും അഭയം പ്രാപിക്കുന്ന ഈ മക്കളെ ഇപ്പോൾ അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിൽ ഉത്തമരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകിയവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായ പ്രമാണ മാർഗത്തിൽ ഈ മക്കളെ കാത്തു നയിച്ചു കൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ കാരുണ്യവാനേ ഈ മക്കൾക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവനങ്ങളിൽ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവേ, ഈ മക്കൾ നിത്യജീവനെ കാക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്നും ദൂരസ്ഥരുമായി വർദ്ധിക്കുമോറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസത്തിൽ നിന്നോട് രക്ഷപ്പെടുവാനും തക്കവണ്ണം ഈ മക്കളുടെ ഹൃദയങ്ങളെ ഇപ്പോഴോടും സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുന്തിരിത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ അല്പങ്ങളുടെ ആചരണത്തിലും തീഷ്ണതയുള്ളവരും ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്കും സദൃശരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനേർക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളുടെ മരിച്ചവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനും ആകുന്നുവല്ലോ. നിനക്ക് നിന്റെ പിതാവിന് നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയറ്റുന്നു. Yes,
സകലവിധം സുമുഖി നീ കരതീനാമോ ശ്രീവായി വന്ദേ പതിനാ രാജവംശീന ഹല്ലേലൂയ താകുന്നു പിന്നെ പാർക്കുമോ ബഹുയാബു നബറുമി റൂഹ കാദീസു ഹല്ലേലൂയ പുലരിയ തരവോനദ വീരത്തിമാർദ്ദം വീവൽ പരവയണം പന്ത സർവസംഗീതത്തിൽ കല്യാണ വിരുന്നിനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെയും മേൽത്തരം വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യ സ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് ഭാഗ്യയെ തലവലിച്ചു നിൽക്കുന്ന ഈ ദാസരെ സുഗന്ധവും അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദൈവം നിറഞ്ഞതായ നിന്റെ വലതുകൈ ഇവരുടെ മേൽ ആവശ്യിക്കണമേ. ആത്മീയമായി നിന്റെ മണവറയിൽ വരെ സന്തോഷിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിനെ ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ ഇവരും നിന്റെ വലത്ത് വാങ്ങുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധരും സ്തുതിയും സ്തോത്രവും കരുതുകയും ചെയ്യുമാറാകണമേ. പറയുന്നു എഴുതിയ ലേഖനത്തിൽ നിന്നും കർത്താവായ നാമത്തിൽ സർവദാ സർവത്തിനു വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുകയും മശിഹായുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവിൻ. സ്ത്രീകളെ, നമ്മുടെ കർത്താവിന് എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പിൻ. എന്തെന്നാൽ മശിഹ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. പുരുഷന്മാരെ, മശിഹ തന്റെ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. സഭയെ ജലത്തിലുള്ള സ്നാനം കൊണ്ടും വചനം കൊണ്ടും ശുദ്ധീകരിക്കുന്നവനും കുറ്റമോ കുറവോ തത്തുല്യമായ മറ്റു വലുതുമോ കൂടാതെ നിർമ്മലയും വിശുദ്ധവുമായ തേജസ്വിയായി സ്വീകരിക്കുവാനുമായിട്ട് സഭയ്ക്കായി മശിഹ സ്വപ്രാണനെ സമർപ്പിച്ചുവല്ലോ. അങ്ങനെ തന്നെ പുരുഷന്മാർ
സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാവുന്നു. എന്തെന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാവുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മശിഹ സഭയ്ക്ക് വേണ്ടി എന്ന പോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനു വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളും മാംസബുദ്ധികളും അസ്ഥി സംബന്ധികളും ആകുന്നു. ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ടുപരിഞ്ഞ് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും. അവരിരുവരും ഏക ശരീരമായി തീരുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മിശിഹായെ കുറിച്ചും അവിടുത്തെ സഭയെ കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും എന്ന പോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വഭർത്താവിനെ ആദരിക്കുകയും വേണം. ബാലന്മാരെ നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കളെ അനുസരിപ്പിൻ. എന്തെന്നാൽ അത് നീതിയാവുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് പ്രതിജ്ഞ ചെയ്യപ്പെട്ട പ്രഥമ കൽപ്പനയാവുന്നു. ആഹായ് ബാറക്മോ. നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവന രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ ആ രക്ഷാകരമായ സുവിശേഷത്തിൽ നിന്നും നമ്മുടെ രക്ഷയ്ക്കായി അറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ജീവനുള്ള വചനമാം ദൈവവും നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവുമായ യേശു മിശിഹായുടെ ആ മനുഷ്യാവതാര കാലത്ത് ഇപ്രകാരം കൽപ്പിച്ചരുൾ ചെയ്തു. ഈ വചനങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ ശേഷം യേശു തമ്പുരാൻ ഗലീലായിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ മറുകരയിൽ യഹൂദിന്റെ അതിർത്തിയിലെത്തി. ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പ്രീശന്മാരെടുത്ത് ചെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തിന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, ആദ്യം സൃഷ്ടികർത്താവ് ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചെന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടെ പറഞ്ഞു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടെല്ലാം ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ അവരോട് ഇപ്രകാരം കൽപ്പിച്ചു, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദ്യം അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാരകുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്.
ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട് ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിലും വിവാഹം ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ മറുപടിയായി കൽപ്പിച്ചു, വരം ലഭിച്ചവനില്ലാതെ എല്ലാവരും ഈ വചനത്തിന് ശക്തരല്ല. എന്തുകൊണ്ടെന്നാൽ തങ്ങളുടെ മാതാവിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ ക്ഷണ്ണന്മാരായി ജനിച്ചിട്ടുള്ള ക്ഷണ്ണന്മാരുണ്ട്, മനുഷ്യരാൽ ക്ഷണ്ണന്മാരാക്കപ്പെട്ടിട്ടുള്ള ക്ഷണ്ണന്മാരുണ്ട്. സ്വർഗരാജനിമിത്തം തങ്ങളെ തന്നെ ക്ഷണ്ണന്മാരാക്കി തീർത്തിട്ടുള്ള ക്ഷണ്ണന്മാരുണ്ട്. ശക്തനാകുവാൻ കഴിയുന്നവൻ ശക്തനാകട്ടെ എന്ന് നമ്മുടെ കർത്താവ് താൻ കൽപ്പിച്ചരുളി ചെയ്തു. മശിഹാരാജൻ മകുടം ഘോഷമിറങ്ങുന്നു, മണവാളൻ തൻ ശിരസിൽ ആചാരം ചൂടിക്കുന്നു. Santa
കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സകല ശക്തിക്കുമെതിരെ അജയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. ആമേൻ. മശിഹാരാജൻ തൃക്കൈയാൽ മകുടം ഘോഷമിറങ്ങുന്നു. മണവാട്ടിയുടെ ശിരസിൽ യാചാരി ചൂടിക്കുന്നു. നീതിയും കിരീടവും അക്ഷയഭംഗിയുള്ള അലങ്കാരങ്ങളും കർത്താവിനെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതികരിച്ചുകൊണ്ട് ആയുഷ്കാലം മുഴുവൻ സന്തോഷിക്കുവാൻ നിനക്കിടയാക്കുകയും ചെയ്യട്ടെ. മനുഷ്യ ജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മെസ്സിഹ യഥാർത്ഥമായ ഇതിന്റെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മെസ്സിഹ തന്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലത് കൈ വന്ന് നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോട് കൂടിയിരുന്ന് ആകൽ ക്രിസ്തായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്കിലും ഇസ്ഹാക്ക് യാക്കോബിലും യാക്കോബ് യൂസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങളും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു വരികയും ഭൂമിയിൽ നിറയുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം
നിങ്ങളിൽ വസിക്കുമാറാകട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകിയത് അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശം പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വ സൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും പട്ടക്കാരുടെ കൈകളാൽ നിങ്ങളുടെ തലയിൽ നിന്ന് വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യുമാറാകട്ടെ. വലുതുപാദ്യങ്ങളെ പോലെ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും വാങ്ങിപ്പോയ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിൽ ഇറങ്ങി വന്ന ആ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി കരയറ്റാൻ പറയുന്നു. വാത്സല്യ മക്കളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ മക്കൾ സത്യത്തിനും നീതിയിലും സൽപ്രവർത്തികളും തൽപരരും നല്ല കാര്യങ്ങളും ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാനരായ കവിമാർ നമ്മെ ഫലമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിൽ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും വിശുദ്ധ സ്ലീബായുടെയും വെളിപ്പുള്ള എവങ്കേലിയന്റെയും ഈ ജനകൂട്ടത്തിന്റെ മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയും ഹൃദയചാരങ്ങൾ അറിയുന്നവരുടെ സന്നിധിയിലാവുന്ന അറിയാത്തവരുടെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഫലമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കിവിടെ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. പട്ടക്കാരനും ശമാശന്മാരും വിശ്വാസികളായ ജനങ്ങളിലും മണവാട്ടിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണകളും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമായ വിശുദ്ധ കന്യാമർത്തുമറിയാം അമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുക അവിടുത്തെ കൽപ്പനകൾ ആചരിച്ചിട്ടുള്ള സർവവിശുദ്ധന്മാരുടെയും പ്രത്യേക നമ്മുടെ കാവൽ പിതാവായ വർഗീവർഗീയ സഹതായുടെയും പ്രാർത്ഥനകളാൽ കർത്താവായ യേശുമിശിഹായുടെ വലത്ത് കൈ എന്നേക്കും അവരിൽ ആവസിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. കൈവിട്ട് വിശ്വസിച്ച് ആമേൻ എന്ന് പറയും.
വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുമോ എന്നറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പിക്കും. ഇവൾ സ്വന്തം ആളുകളെ ഒഴിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് സംയോജിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അവൻ അവളെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. അവൻ നഗ്നനായിരുന്നാലും അവൾക്ക് ധരിപ്പാൻ നൽകണം. തൻ്റെ പ്രാണനെ പോലെ അവൾ അവനോട് വർദ്ധിക്കണം. അവൻ വിശന്നിരുന്നാലും അവൾക്ക് ഭക്ഷണം നൽകണം. അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിക്കുവാൻ നൽകണം. അവൾ ന്യായമായ പ്രകാരം അവൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി അവൾ അവൻ്റെ അടുക്കൽ വർദ്ധിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പറക്കുമോർ ആകാശങ്ങളിലിരിക്കുന്ന ഞങ്ങളുടെ ഞങ്ങൾക്ക് ആശ്ലാഹാരങ്ങൾ തരണമേ. ഞങ്ങളുടെ കാരുടെ നശിച്ച പോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. പിന്നെ രക്ഷണമേ. എന്തുവന്നാൽ രാജ്യശക്തിയും മഹത്വം സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിന്റെ സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായി ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധരൂഹായ ദൈവമാതാവായ വിശുദ്ധ കന്യമറിയാമിൽ നിന്ന് ശരീരേറ്റിരുന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസ് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടു. കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിൽ നിന്നവരും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹ ആയ കർത്താവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ ഉറപ്പെട്ട പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിവ്യന്മാരും സ്ത്രീകന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂപായനും കാതോലികവും ശ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന്റെ മാമോദീസ എന്ന് മാത്രമാകുന്നു എന്നേറ്റ് പറഞ്ഞ് മരിച്ചുപോയി പിന്നെ വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. നിന്നാൾ സ്തുതിയുടെ രാജമകൾ ഹാലേലൂയ ഹാലേലൂയ നിൻ വലഭാഗേ രാജഭാമിനിയോ സ്മരണം ഭക്തിയിടരുതേ ദൈവമാതാവേ വളരും അവൻ ലബനോ കാരിപ്പോ വർദ്ധിക്കുന്നവർക്ക് ദൃഷ്ടി പുഷ്ടികളും പാർക്കുമോ
Ruho Kagisho, Morgi Varugi Sada, മേലും നിന്നോർമ്മ പ്രാർത്ഥനയിൽ ഓർമ്മയിലുമാനീ ചോർമ്മ സോമിക്കാലും സ്ത്രീയേതായി ഭാഗ്യം ശ്രീകൾക്കും ഭാഗ്യം സഹനേർക്കും പുനരുദ്ധാനത്തിനെ പാർക്കുമോ Ruho Kagisho, കാക്ഷിച്ചൊരു സഹനെ വാണശീലകൾക്കും പദമേറി പരിശുദ്ധന്മാരെ നിങ്ങൾ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചേർത്താവിനാ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ഈ വിവാഹ ശുശ്രൂഷയിൽ ബലഹീനരായി ഞങ്ങളോടുകൂടെ സംബന്ധിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങൾക്കും നിങ്ങളുടെ വാങ്ങിപ്പോയവർക്കും പാപപരിഹാരം നൽകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ള ബലഹീനമുള്ളതും കുറവുള്ളതുമായ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉന്നതവും ശ്രേഷ്ഠവുമായ അങ്ങയുടെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയോ അംഗീകരിക്കപ്പെട്ടവയോ ആക്കി തീർക്കുമാറാകണമേ. ആകാശങ്ങളിലിരിക്കുന്ന ഞങ്ങളുടെ ഞങ്ങൾക്ക് ആശ്വാഹാരങ്ങൾ കിടമേ. ഞങ്ങളുടെ കാരണങ്ങൾ ക്ഷമിച്ചത് പോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. പിന്നെയോ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് രാജ്യം ശക്തി മാത്തു എന്നെ കൃപ നിറഞ്ഞു മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീ വാഴ്ത്തപ്പെടാവുന്നു. എന്റെ കർത്താവേ വാഴ്ത്തപ്പെടാവുന്നു. ശുദ്ധമെനിക്ക് മാത്രമേ തമ്പുരാനേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ സമയത്തും ദൈവത്തോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പൂർണ്ണ പരിപൂർണമാകുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധം ആവാസം നാം എല്ലാവരുടെ മേലും ഇന്ന് വിവാഹിതരായിരിക്കുന്ന മക്കളിൽ മേലും ഇവിടെ കുടുംബജീവിതത്തിന്മേലും പരിശുദ്ധ അമ്മയുടെയും സകല പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതിയുടെ വലിയൊരു മധ്യസ്ഥയും കാവലും കോട്ടയും എന്നുമെന്നാളുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് എൻ്റെ സഹോദരിയുടെ വിവാഹ കുദാശയെ ആശീർവദിക്കുവാൻ തക്കവണ്ണം ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുവാനും ഈ വിവാഹ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാനും സർവശക്തനായ ദൈവം ഭാഗ്യം തന്നതിൽ ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇതിനുവേണ്ടി അനുവദിച്ച ഈ ദേവാലയത്തിൻ്റെ എത്രയും ബഹുമാനപ്പെട്ട വികാരിമാരായ ഗ്രിഗർ കൊള്ളന്നൂർ അച്ഛനോടും എത്രയും ബഹുമാനപ്പെട്ട എൽദോസത്തിനോടും ഒക്കെയുള്ളതായ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുന്നു.
ഏകനായിരിക്കുന്നത് നന്നല്ല. അഭിരുചിയിലുള്ള ഒരു നിലയിൽ ഞാൻ വരുന്നു. Here comes the reason for our gathering today. Ladies and gentlemen, let's put our hands together and welcome our beautiful bride Ayana and ever handsome groom Kevin. എല്ലാവരും നല്ലൊരു കയ്യടിയോട് കൂടി അവരെ സ്വാഗതം ചെയ്യട്ടോ. ഇന്നലെ നമ്മുടെ സ്റ്റാഫായിട്ടുള്ള രഘുവും അയാളെയും നല്ലൊരു കയ്യടി അവർ കൊടുക്കാം. ഞാനിവിടെ വന്ന് കഴിഞ്ഞപ്പോഴാണ് ചിലരുടെ അടുത്ത് പറഞ്ഞു നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടുന്നു. അങ്ങനെയാണോ? അപ്പൊ പിന്നെ ഒരു പാട്ടൊക്കെ ആവാല്ലേ? പറ്റില്ല. നമ്മുടെ ഈ സ്പെഷ്യൽ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും ഒരു പാട്ടൊക്കെ ആവാം. അയാൾക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു പാട്ട് പാടുന്നത്. ഓക്കെ, ഞാൻ മൈൻഡിൽ ആലോചിക്കുകയാണ്. കുളിരേയും കനവിന്നിൽ കതിരാളിയ കാലം മനതാരി മധുമാസം തളിരാടിയ നേരം അലമലവും മയിലിണകൾ തുയിലുണരും കാലം എന്നകതാരിൽ അനുരാഗം പകരുന്ന യാമം അഴകേ അഴകി തീർത്തൊരു ശിലയഴകി മലരേ എന്നുയിരിൽ വിടരും പനിമലരേ മലരേ നിന്നെ കാണാതിരുന്നാൽ മിഴികേറിയ നിറമെല്ലാം മായുന്ന പോലെ അരികോടിന്നരികത്തിനയാതിരുന്ന അഴകേറിയ കനവെല്ലാം അകലുന്ന പോലെ ഞാനെൻ്റെ ആത്മാവിനാഴത്തിനുള്ളിൽ അതിലൂലമായൊരു മറിയാതെ സൂക്ഷിച്ച താളങ്ങൾ രാഗങ്ങളീണങ്ങളായി ഓരോരു വർണ്ണങ്ങളായി ഇടറുന്നൊരെൻ്റെ ഇടനെഞ്ചിനുള്ളിൽ പ്രണയത്തിൻ മഴയായി നീ പൊഴിയുന്നീ നാളെ തളരുന്നൊരെൻ്റെ തണുതോറും നിന്റെ അലതല്ലും പ്രണയത്താൽ ഉണരും മലരേ അഴകേ അഴകേ. എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് പാടിയ പാട്ടായിരുന്നു. ഇത്രയും സ്വീറ്റ് ആവും ഞാൻ കരുതില്ല കേട്ടോ. എന്തായാലും അടിപൊളി സോങ് ആയിരുന്നു. ഒന്നുകൂടി ഒരു കൈ കൊടുക്കാം. നിങ്ങൾ എത്ര കാത്തിരുന്ന് അവയ്ക്കിരുന്ന് വന്നൊരു മൂമെന്റ് ആയിരുന്നു ഈ മൂമെന്റ് അല്ലേ? ഫീൽ ചെയ്യുന്നതെന്ന് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ? എന്തായിരിക്കും ഫസ്റ്റ് ചോയ്സ് ബെർലിനെടുത്തു. സോ അയാളൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പൊ ഈ ഒരു ടൈമിൽ ചെന്നാൽ ഫീൽ ചെയ്യുന്നത് കുറെ നാൾ ഇപ്പൊ നമ്മൾ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് മാരേജിലേക്ക് എത്തിയാൽ ആ ഒരു ടൈമിൽ ഫോൺ നമ്പർ കൈമാറിയിട്ടുണ്ടാവും, കോളൊക്കെ വിളിച്ചിട്ടുണ്ടാവും, എങ്ങനെയുണ്ട് വിശേഷങ്ങളൊക്കെ അറിയില്ല. അറ്റ്ലീസ്റ്റ് കുറച്ച് ബിഹേവിയർ ഒക്കെ അതിലുണ്ടാവുമല്ലോ. അപ്പോൾ ഇത്രയും ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം ഷെയർ ചെയ്യാൻ പറ്റുമോ? ഹാപ്പിയോ? കുറെ നാളൊക്കെ എൽദോ മാലായി ഫർദറിനെ നമുക്ക് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. Feel the stage is incomplete without your families and the reason behind what you have today and what you are today. So let us invite your parents and siblings to share the space on the stage. First, let me
you Mr. Babu Varghese and Mrs. Lali Babu. Please come on to the stage. The bride, her father, Mr. T.K. Thambi and Mrs. Lily Thambi. And it's my pleasure to welcome her sibling Anju and her husband Bilby. Please come on to the stage. Please ഒന്നാണ് ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് അവരെ ഒന്നാക്കി ചേർത്തിരിക്കുകയാണല്ലേ. അപ്പം എന്തായാലും എനിക്ക് ഇവരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ബിക്കോസ് ഇറ്റ്സ് ഒരു ഫോമൽ സെഷൻ. എന്നെക്കാളും നന്നായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇവരെ പേഴ്സണലി അറിയാം. എന്നാലും ഞാനായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഫോമൽ സെക്ഷൻ്റെ ഭാഗമായിട്ട്. Let me start with Belvin, son of Mr. Babu Varghese and Mrs. Lali Babu, and he is graduated from Polymouth University, UK, and working as a design engineer in Dana TFO, UK. And his father, Mr. Babu Varghese, working in Royal Mail, UK, and his mother, Lali Babu, working as a staff nurse in UK. And she is graduated from Karunya University and working as a software developer in Research Healthcare. And Ayana's father, T.K. Thambi, retired from KSRTC, and her mother, Lily Thambi, who is a housewife. And her elder sister, Anshu Bilby, working as a software developer, and her husband Bilby, Ayana's brother-in-law, working as a university lecturer. Now, moving on to the candle lighting ceremony, may I request both bride and groom to step forward to light the candle. സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതായ വലിയൊരു ദൗത്യത്തിലാണ് ഇവരായിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ പ്രിയപ്പെട്ട ബന്ധനും അയനയും ചേർന്നുകൊണ്ട് തിരിതെളിച്ചുകൊണ്ട് ആ വലിയ പ്രകാശത്തിൻ്റെ അടയാളമായി അവരുടെ ജീവിതത്തിൽ എന്നും ഈ പ്രകാശം ശോഭിക്കുന്നത് കാണിച്ചുകൊണ്ട് ഇപ്പോൾ തിരിതിരിക്കുന്നു. I request the parents of Belvin and Ayana to come forward light the candle. Next, നമുക്ക് കേക്ക് കട്ടിംഗ് സെക്ഷനിലേക്ക് കടക്കാം. Dear Belvin and Ayana, may I request to move forward to cut the wedding cake. As a custom, the hand of groom is placed over the hand of bride while cutting the cake, which is to symbolize his support for her and her promise to take care of him and their family. As you share the cake, we wish and hope that your life is as rich as the cake. I request Belvin to share the cake with Ayana's family.
വിവാഹിതരായിരിക്കുകയാണ്. രണ്ട് വ്യക്തികളല്ല, മറിച്ച് രണ്ട് കുടുംബങ്ങളാണ് ഒന്നായി തീർന്നിരിക്കുന്നത്. എല്ലാവിധ ആശംസകളും നേരുന്നു, എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. വലിയ നന്നായിട്ട് പാട്ടുപാടി വളരെ മനോഹരമായിരുന്നു, വളരെ സന്തോഷം തോന്നി. എല്ലാം വളരെ മനോഹരമായിരിക്കുന്ന ദിവസമാണെന്ന്. ലൈറ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, ബന്ധുക്കളെല്ലാവരും ഉണ്ട്. ക്യാമറ നമ്മുടെ ഓരോ നിമിഷങ്ങളും ഒക്കെ എടുക്കുവാനായിട്ട് ക്യാമറാമാൻമാരുണ്ട്. അതുപോലെ നമ്മൾ സഹായിക്കുവാനായിട്ട് മറ്റേ മെയിൻസ് എല്ലാം ഉണ്ട്. പക്ഷേ ജീവിതത്തിലൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പോസ്റ്റ് മാരേജ് ഫോട്ടോസ് ഉണ്ടാകുമെന്ന് തോന്നുന്നു. അറിയുമ്പോൾ ക്യാമറാമാൻമാർ പോകും, പിന്നെ ബന്ധുക്കളെല്ലാം ഫംഗ്ഷൻ കഴിയുമ്പോൾ പോകും, എല്ലാവരും യാത്രയാകും, ഈ ലൈറ്റ് സെറ്റിങ്സ് എല്ലാം പോകും. അപ്പോൾ ലൈഫിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ വലിയ ആഘോഷങ്ങളിലെല്ലാം ഭംഗി കുറഞ്ഞു പോകും. പക്ഷെ ഒരിക്കലും ജീവിതത്തിൽ ഇന്ന് ലഭിച്ചതായ ദൈവാലയത്തിൽ നിന്ന് ലഭിച്ചതായ നന്മ പോകാതെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. ഇതെല്ലാം നഷ്ടപ്പെട്ടാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുമിച്ചായിരിക്കുമ്പോൾ, ഇപ്പോൾ പാട്ട് പാടിയപ്പോൾ നല്ല വോയിസ് ആയിരുന്നു, പക്ഷെ പ്രായമാകുമ്പോൾ ആ വോയിസ് നഷ്ടപ്പെടും. പക്ഷെ നിങ്ങളുടെ സ്നേഹവും അവർ ഒരുമിച്ചുള്ള സന്തോഷവും ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങളെപ്പോഴും ശ്രദ്ധയുള്ളവരായിരിക്കണം. അതിന് ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് എപ്പോഴും ഒരുമിച്ചായിരുന്നു സന്തോഷത്തോടു കൂടി ലോകത്തിലായിരിക്കാൻ ദൈവം നിങ്ങൾക്ക് ഇടവരുത്തതെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ പ്രത്യേകമായിട്ട് ദൈവാലയത്തിലേക്ക് ക്ഷണിക്കുന്നു. കോവിഡ് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷേ എന്നാലും ദൈവാലയത്തിൽ വരുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും യാതൊരു തടസ്സവുമില്ല. അപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ ഭർത്താവിനെയും കൂട്ടി ഒരുമിച്ച് ദൈവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ഇപ്പോഴും ദൈവാനുഭവത്തിലായിരുന്ന നല്ലൊരു കുടുംബങ്ങളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പേരൻസിനോടും എല്ലാവരോടും ആശംസ ഈ അവസരത്തിൽ അറിയിക്കുന്നു. നിങ്ങളോട് പ്രത്യേകമായിട്ട് വിവാഹത്തിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. ദൈവം താങ്ക് യു. നമുക്ക് ഇവിടെ ഇവർക്ക് ഷെയർ ചെയ്ത് കുടിക്കാനായിട്ട് കരിക്കും വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ട്. Dear Melvin and Anna, while you share and drink from the glass, we wish you the best of health and good luck for the years to come. May God bless you to share all the sweet and bitter experience of life together. നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം കേട്ടോ. ആയിട്ടുള്ള ഈ മൂമെന്റ് കുറച്ചുകൂടി സ്വീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഡാൻസ് ആയല്ലോ രണ്ടുപേരുടെയും. എന്ത് പറയുന്നു? എല്ലാവരും ഭയങ്കര എൻകറേജ്ഡ് ആണ് കേട്ടോ. ഒരു ഡാൻസ് പ്ലേ ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾ രണ്ടുപേരും ഒന്ന് റൊമാൻറ്റിക് ആയിട്ട് കുറച്ച് സ്റ്റെപ്പൊക്കെ വെച്ച് അടിപൊളിയായിരിക്കും. അത് വേണം, കാരണം ഇപ്പോഴത്തെ ഒരു മൂമെന്റ് ഒക്കെ സ്വീറ്റ് ആയിട്ടൊക്കെ നല്ല അൺഫോർഗറ്റബിൾ മെമ്മറീസ് നല്ല സ്വീറ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാവുള്ളൂ. നല്ല അടിപൊളി സ്റ്റെപ്പൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ കളിക്കാനായിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ടൊക്കെ കാണുമ്പോൾ അടിപൊളിയായിട്ട് നല്ല മെമ്മറീസൊക്കെ ഒക്കെ കേൾക്കുന്നത്. तुमको पाया है मुझे दिखाया, कहना चाहूँ भी तो तुमसे क्या कहूँ. Wish to take a pic with the couple are now requested to come forward to the stage. ഞങ്ങളുടെ ചെറുപ്പത്തെ കുടുംബത്തിൻ്റെ പേരിലും വേലവിദ്യയും അതിൻ്റെ പേരിലും നന്ദി പറയുന്നു.
Ladies and gentlemen, enjoy the food and have a great day. ഫോട്ടോ എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് സ്റ്റേജിലേക്ക് വരാം. ഫുഡ് കൗണ്ടേഴ്സ് ഒക്കെ ഓപ്പൺ ആണ്.
Thank you.